ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാലതി ചേച്ചിനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും ജോസഫിനെയാണ്. ഞങ്ങള് പാവങ്ങളാ, അന്നൊന്ന് ജോലി ചെയ്തില്ലെങ്കിൽ അടുപ്പ് പുകയില്ല. ഇനിയും എന്റെ മോളുടെ കൂടെ ഉണ്ടാവാൻ അവനുണ്ടാവാൻ പാടില്ല. ചേച്ചി ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരി മോനെ, സമ്മതിച്ചു. നീ ഒരിക്കലും ആശ കൊടുത്ത് കാണില്ല, അത് കുറ്റപ്പെടുത്തുന്നുമില്ല. അവളാ നിന്നോടുള്ള ആശയായിട്ട് പുറകെ നടക്കുന്നത്. വെറും മണ്ടി. തന്നെ വേണ്ടാത്തവരെ തിരിച്ചറിയാനുള്ള വിവേകം അവക്കില്ലാതായി പോയല്ലോ മോനെ. പക്ഷെ അവളെ കാണുമ്പോ സത്യം പറഞ്ഞാല് അവൾ ഇപ്പോഴും നിന്നെ കുറിച്ച് ആലോചിച്ച് കരയുന്ന കാണുമ്പോ ഒരമ്മ എന്ന നിലയില് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലണ. നിന്നെ എനിക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കരയല്ലേ ചേച്ചി, സമാധാനമായിട്ട് ഇരിക്കുക. എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ അവളുടെ വിവാഹം കഴിഞ്ഞ് കാണണം ജോസഫെ. അത് മാത്രമുള്ള ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് അവള് കുടുംബത്തോടെ സന്തോഷമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ജീവിതകാലം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് നിന്ന് മുരടിച്ചു പോകുന്നത് കണ്ടോണ്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരുടെ മുന്നിൽ നിന്ന് കരയാണ്. അവളോട് ഞാൻ ഇവള് പലപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ, അവക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെയാടാ മനസ്സിലാവുക? താലി കെട്ടി ഒരുത്തിയെ വീട്ടിൽ കൊണ്ട് പൊറപ്പിച്ചിരിക്കുന്ന പെണ്ണിനോട് ഒരടുപ്പമില്ലെന്നും അവളെ ഭാര്യയായിട്ട് കരുതുന്നില്ല എന്നും എന്റെ മകളോട് നിരന്തരമായി നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മോള് പിന്നെ എന്താടാ കരുതേണ്ടത്? പറ. എന്നെങ്കിലും അവളോടുള്ള ഇഷ്ടം തുറന്നു പറയും എന്നുള്ള വിചാരമാ അവക്കിപ്പോഴും. നീ നിന്റെ ഭാര്യയെ മനസ്സുകൊണ്ടുള്ള അംഗീകരിക്കാത്തതിന്റെ കാരണം അതാണെന്ന് ആ പൊട്ടിക്കളി കരുതിയിരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ ആ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്ന അവളെ ഞാൻ എന്ത് പറഞ്ഞിട്ടാ മോനെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടത്? ഞാൻ എന്താ മാലതി ചേച്ചി വേണ്ടത്? അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരിക്കൽ പോലും അവളെ അങ്ങനെ കാണുന്നു എന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഒരാണിനൊരു പെണ്ണിനോടോ പെണ്ണിനൊരാണിനോടും തോന്നുന്നത് അങ്ങനെ ഒരു അടുപ്പമുണ്ട് എന്ന് തോന്നാൻ നേരിട്ട് തന്നെ പറയണം എന്നൊന്നുമില്ല. അവർക്ക് പറയാതെ തന്നെ പരസ്പരം മനസ്സിലാവും. അത് നീ മനസ്സിലാക്ക. പക്ഷെ ചിലർ അതിനേക്കാൾ നല്ലതിനെ ഒന്നിനെ കാണുമ്പോ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് കയ്യൊഴിയും. ആ, നീ ചെയ്തതേ അങ്ങനെ ഒരു വൃത്തികെട്ട പണിയാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ താ ജോസഫെ എന്ന് പറഞ്ഞ പരാതി അങ്ങ് വാങ്ങി. എന്നിട്ട് അതെ, ഒരു കാര്യം കൂടെ, ഒന്നുകിൽ നീ എങ്ങനെയെങ്കിലും അവളെ നിർബന്ധിച്ച് ഒരു കല്യാണം കഴിപ്പിക്കണം. അല്ലെങ്കിൽ അവളുടെ കൺവെട്ടത്തു നിന്ന് നീ എവിടേക്കെങ്കിലും ഒന്ന് ദൂരെ മാറിപ്പോ. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാതെ എങ്ങനാടാ എനിക്ക് എന്താവശ്യത്തിനും എന്റെ മോളുടെ കൂടെ ഉണ്ടാവും എന്ന് അവളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ കൂടെ നടക്കുന്നതില് എന്ത് ന്യായമാടാ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ അവളുടെ അച്ഛനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവക്ക് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കാലം കഴിഞ്ഞാല് എന്റെ കുഞ്ഞിന് എന്റെ കണ്ണടയുന്നതിന് മുൻപ് അവളൊരു കര പറ്റി എനിക്കൊരു കാണണം എന്ന് പറഞ്ഞ് ഇവന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ. ദയവ് ചെയ്ത് ഞാൻ എന്താണെങ്കിലും ശ്രീനിവാസ സാറിനെ ഇന്ന് കണ്ടില്ലെങ്കിലും പിന്നീട് വന്ന് കാണും, ഒരു പരിഹാരം കണ്ടെത്തി തരുമെന്ന് ഉറപ്പാ എന്ന് പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ വിക്രം ഭയങ്കര ധർമ്മസങ്കടത്തിലായി. പിന്നെ കാണുന്നത് വേദനയാണ്. അപ്പൊ വേദ ഈ മാഷിന്റെ പേരെയും പിടിച്ച ആളവിടെ ഇരിക്കുകയാണ്. അമ്മ വന്നിട്ട്, മോളെ മൂക്ക് വല്ല വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. എന്തിനമ്മേ? മാഷ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് മൂക്ക് വിഷമായി കാണുമല്ലേ? അച്ഛൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ എന്ത് തെറ്റാമ്മ ഉള്ളത് എന്ന് ചോദിച്ചു. ഇതില് അച്ഛൻ എത്രമാത്രം വേദനിച്ചു കാണുമെന്നാ ഞാനിപ്പൊ ചിന്തിച്ചു നോക്കിയത്. സത്യമായിട്ടും അച്ഛനോട് പോലും ചോദിക്കാതെ ഞാൻ ആ ബില്ലടച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. അത് അച്ഛനെ ചോദ്യം ചെയ്യുന്നത് പോലെ അച്ഛന് തോന്നിക്കാണും. അതായിരിക്കും മാഷിന്റെ അഭിമാനം വളരെ വലുതാണ്. ചില സമയത്ത് അത് അഹങ്കാരത്തിലേക്ക് വലുതായോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് മോളെ. പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? പ്രായം ഇത്രയായിട്ടും ഒരാളുടെ സഹായം ഇല്ലാതെ ഈ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്ക് കുറച്ചൊക്കെ അഹങ്കരിക്കാമല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ സമാധാനിക്കുകയും ചെയ്യാറുണ്ട്. എനിക്കത് ആത്മവിശ്വാസമായിട്ടാ തോന്നിയിട്ടുള്ളത്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ മോളെ. എത്ര കാലം മാഷിനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കഴിയും എന്ന് ആലോചിക്കുമ്പോ, പണ്ടൊക്കെ പറമ്പിൽ കിളയ്ക്കാൻ പോകുമ്പോ ഞാനിവിടെ പോവായിരുന്നു. ഇപ്പൊ എന്റെ അസുഖത്തെ പറ്റിന്റെ പേരും പറഞ്ഞ് എന്നോട് വരണ്ടെന്ന് പറയും. അത് എന്റെ അസുഖം കൊണ്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം.
ആ മാഷ് എന്താണെന്നറിയോ, കൈക്കോട്ടെടുത്ത് കുറച്ചു നേരം കിളയ്ക്കുമ്പോഴേക്കും ശ്വാസം മുട്ടി ഏന്തി വലിക്കുന്നത് ഞാൻ കാണണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ കഷ്ടപ്പാടും പ്രാരാബ്ധവും ഒന്നും ഇല്ലാതെ മാഷിനെ ജീവിതത്തിലെ കുറച്ചു കാലമെങ്കിലും ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് കാണണമെന്നൊരാഗ്രഹമുണ്ട് മോളെ. അത് നടക്കുമോന്ന് അറിയില്ല. മരിക്കുന്നതിന് മുൻപ് അത് നടത്തി തരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അത് നടക്കുമേ, അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കും ഉറപ്പായിട്ടും. അപ്പൊ ചിരിച്ചു. വെറുതെ പറഞ്ഞൊന്നുമല്ല, നോക്കിക്കോ, ഓപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത് വിശ്വേട്ടനിൽ നിന്ന് തന്നെയാ. നമ്മ നോക്കിക്കോ, അല്ലെങ്കിൽ ഈ വടി നമ്മൾ ആദ്യം മാറ്റിയെടുക്കും. ആ മടി ആരും അവനെ വേണ്ടി ശ്രമിക്കാഞ്ഞിട്ടാന്നാണോ മോളുടെ വിചാരം? അല്ല, എല്ലാത്തിനും അവനായിട്ട് ഒരു ന്യായം കാണും. ഒരു ജോലിയിൽ അങ്ങനെ എത്തിപ്പെടാം എന്നല്ല, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാ അവൻ ആദ്യം ആലോചിച്ച് നോക്കുക. അതവന്റെ ഒരു ശീലം. ഈ ഇത്തിരിയുള്ള മുതല് അവൻ അങ്ങനെയാ. നമുക്ക് നോക്കാമേ, വിഷമിക്കാതെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ദേ, എന്താന്നറിയോ, ഇത് അമ്മ എടുത്തു വെച്ചാ മതി. മറ്റൊന്നും കൊണ്ടല്ല. കാലങ്ങളോളം തങ്ങളെ പഠിച്ച ഒരു അധ്യാപകന് വിദ്യാർത്ഥികൾ അവർ ആദരവോടെ നൽകിയ ഒരു സമ്മാനമാണിത്. ഇത് കൈകൾ സൂക്ഷിക്കാനുള്ള ഒരു അർഹത എനിക്കില്ല എന്ന് പറഞ്ഞു. അതാ, അപ്പൊ അതങ്ങ് വാങ്ങി കയ്യിലങ്ങ് പിടിച്ചു കേട്ടോ. എന്നിട്ട് വേദന ഇങ്ങനെ തൂത്ത് തലോടിയിട്ട് നിന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കമല. എന്നിട്ട് പറയണ, മോളെ, ഈ വീട് തിളങ്ങാൻ പോകുന്നത് നിന്റെ ഈ നല്ല മനസ്സിന്റെ പ്രകാശം കൊണ്ടായിരിക്കും. അത് അമ്മയ്ക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി വേദയെ ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ജീനേനെയും നമ്മുടെ രാധേനെയാണ് കേട്ടോ. ഉപദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വേദയെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരും. എനിക്ക് വേദയെക്കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളത്. അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ നല്ലതായിട്ടാ തോന്നിയത്. അവളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ശരിക്കും നല്ലതാണെങ്കിൽ എനിക്കെന്താ വിരോധം? അതെ, വിക്രത്തിന് അവള് ചേരണോ ഇന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. താലിയും കെട്ടി ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മാലയെ വിട്ടു. അത് പതുക്കെ ആ വിക്രം അതുമായിട്ട് പൊരുത്തപ്പെട്ടാലോ? ഒരുപാട് മിക്ക വിവാഹങ്ങളും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? എവിടെയോ കഴിഞ്ഞ രണ്ടുപേർ തമ്മിൽ ഒന്നിക്കുന്നു, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്ലാതെ നീ പറയുന്ന പരിശുദ്ധ പ്രേമമാണോ എല്ലാത്തിനും ഉള്ളത്? എല്ലാ ബന്ധങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്ക് വിക്രമിനോടുള്ളത് അതാണ്. വിക്രമിന് നിന്നോടുണ്ടോ? ഇല്ലല്ലോ. ഒരാളെ സ്നേഹിക്കാൻ അയാൾ ഇങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ജീന. നമ്മൾ അയാളെ മനസ്സിൽ ഭ്രാന്തമായി സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമുണ്ട്, അതാണ് ഒരു സന്തോഷം. ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് തനി വട്ടാന്നാ എനിക്ക് തോന്നുന്നത്. ഈ സമയത്താണ് വിക്രത്തിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. നോക്ക, ഞാൻ മനസ്സിൽ ഓർത്തല്ലേ ഉള്ളൂ. അപ്പ തന്നെ വിക്രം എത്തിയത് നീ നോക്ക എന്ന് പറഞ്ഞു. പ്രേമം കൊണ്ട് ആവാഹിക്കുന്നതേ ഇങ്ങനെയാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് വന്നു. വേഗം തന്നെ രാധ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതെ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആവാലോ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ ജീന ഇതേ അപ്പുറത്തേക്ക് പോവാം. ബീച്ചിലോ പാർക്കിലോ പോയാൽ നമുക്ക് നല്ല ജോളിയായിട്ട് സംസാരിക്കാം, അല്ലേ വിക്രമേട്ടാ? നിനക്ക് ശരിക്കും വട്ടാണോ രാധേ? അതെ, വിക്രമേട്ടൻ എന്താ ഭ്രാന്ത്? അത് നല്ലതല്ലേ? നിർത്ത മതി എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? പക്ഷെ എനിക്ക് വിക്രമേട്ടനെ ഇഷ്ടമാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അതുപോരെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കയ്യോങ്ങി അടിച്ചോ. പക്ഷെ എന്റെ ഇഷ്ടത്തിന് കുറവുണ്ടാകാൻ പോകുന്നില്ല. ഓ എടി പൊട്ടിക്കാളി, എടി പമ്പര വിടി ബുദ്ധൂസെ എന്ന് വിളിച്ചോ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണുണ്ടാവില്ല എന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു. ഇനി ഉണ്ടാവുകയാണ് എങ്കിലും അതൊരിക്കലും നീ ആയിരിക്കില്ല. എത്ര തവണ ഞാൻ നിന്നോട് ഇത് തന്നെ പറയണം? അത്രയൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ ലോകം മുഴുവൻ വിക്രമേട്ടനെ സ്നേഹിക്കുന്നു, വിക്രമേട്ടന്റെ പെണ്ണാന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേ നിനക്ക്? നീ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാന്ന് അറിയോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറ. ചെറുപ്പം മുതൽ നിന്നെ ഇഷ്ടപ്പെട്ടതോ? അതോ നിന്നെയും എൻ്റെ വീട്ടുകാരോടും എനിക്കറിയാവുന്ന കൂട്ടുകാരോടും ഒക്കെ ഞാൻ പറഞ്ഞു നടന്നതോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ ശരി. പക്ഷെ നീ ചെയ്തതോ? തർക്കം മൂത്ത വാശിക്ക് ഒരു താലി കെട്ടിയത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോ അകത്ത് വിളിച്ച് കയറ്റിയതും താമസിക്കാൻ അവസരം ഉണ്ടാക്കിയതും നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയല്ലേ എന്ന് ചോദിച്ചു. ഈ ലോകത്തോട് മുഴുവൻ നിങ്ങൾ എന്നെയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് നടന്നതല്ലേ? അതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങളത് ചെയ്തില്ലേ?
തെറ്റ് ചെയ്തത് ആരാ വിക്രമേട്ട? നിങ്ങളോ ഞാനോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്റെ പിന്നാലെ നടന്നതുപോലെ തന്നെ നിന്റെ പുറകെ ഒരാൾ നടക്കാന്ന് വിചാരിക്കുക. അതിന് വിക്രമേട്ടനെ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ട് ആരാ എന്റെ പുറകെ നടക്കാനുള്ളത്? അതിനുള്ള ധൈര്യം ഉണ്ടോ ആർക്ക് എന്ന് ചോദിച്ചു. ഞാൻ തന്നെ പറഞ്ഞു വിട്ടു എന്ന് വിചാരിക്കുക. അയാൾ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു പിന്നാലെ നടക്കുന്നു. നിന്നോട് ചോദിക്കാതെ ലോകം മുഴുവൻ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നാലെ നടന്ന് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇതൊക്കെ അവളുടെ പ്രേമമാണെന്ന് കരുതി നീ ക്ഷമിക്കോ? വിക്രം, അനാവശ്യമായി സംസാരിക്കാൻ നിൽക്കരുത്. ചോദിച്ചൊരു ഉത്തരം പറ. ക്ഷമിക്കോ ഇല്ലയോ? ഉത്തരം പറയാൻ പറ്റണില്ല അല്ലേ? ഒരുത്തൻ നിന്നോട് കാണിക്കുന്ന അതേ തെറ്റാ നീ ഇപ്പം എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് തെറ്റല്ലാതായി മാറുന്നില്ലല്ലോ. ഇപ്പൊ വിക്രമേണ്ട എന്താ വേണ്ടത്? ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം, അത് തന്നെ എന്ന് പറഞ്ഞു. ചത്താലും ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോണില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് രാധയോട് പറഞ്ഞു. ഒരു കാര്യം നടക്കില്ല എന്ന് 1000 തവണ പറഞ്ഞിട്ടും അതിനെ പിന്നാലെ നടക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വലിയ തെറ്റാ. പിന്നെ നീ ഇത് ആവർത്തിക്കരുത്. നീ അല്ലെങ്കിൽ മറ്റൊരാളും ഇല്ല നിന്റെ അമ്മയ്ക്കെന്ന് വിചാരിക്കണം. നിന്നെ പ്രതിയെ ജീവിക്കുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ചെറുപ്പം മുതലേ പിന്നെ നീ ഇമ്മാതിരത്തെ ഭ്രാന്തായിട്ട് അലയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതമ്മയടി സഹിക്ക? ഇന്ന് നിന്റെ അമ്മ എന്നെ കാണാൻ വന്നിരിക്കുന്നു. പാവം കുറെ കരഞ്ഞ് നിലവിളിച്ചോ. നിന്റെ ഈ ഭ്രാന്ത് നിർത്തിത്തരാൻ എന്നെ കാല് പിടിച്ച് കരഞ്ഞു അവര്. അറിയോ, നിന്റെ ഈ വട്ട് നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അമ്മയ്ക്കോ അച്ഛനോ നിന്റെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും പറയേ. ഇനി ആർക്കൊക്കെ പിടിച്ചാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എന്താ പോരെ എന്ന് ചോദിച്ചോ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു, വിട്ടേക്ക്. ദേ, ഞാൻ ശ്രീനിസാറിനോട് സംസാരിച്ചിട്ട് നിനക്ക് പറ്റുന്ന ഒരു കൊള്ളാവുന്നൊരു ചെറുക്കനെ പിടിച്ച് നിന്റെ വിവാഹം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞു. അതെ, നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത് നീ ഒരു കുടുംബമായി സന്തോഷമായി ജീവിക്കണം എന്നാ. ആ തള്ളയുടെ ആഗ്രഹം എന്ന് സാധിച്ചു കൊടുക്കടി പ്ലീസ് എന്ന് പറഞ്ഞ വിക്രത്തിന്റെ കോളറിൽ കയറി പിടിച്ചു കേട്ടോ. അതെ, ലോകത്ത് ആര് വേണമെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞാ ഞാൻ ചിലപ്പോൾ സഹിച്ചു എന്നിരിക്കും, പക്ഷെ അത് നിങ്ങൾ പറയരുത് എന്ന് വിക്രത്തിനോട് പറയാണ്. കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നു, എന്താ നിങ്ങക്ക് പറയാനുള്ളത്? എന്നെ ഇഷ്ടമല്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊക്കോ, ഇഷ്ടമുള്ളിടത്ത് പൊയ്ക്കോ. പക്ഷേ ഈ ബ്രോക്കർ പടിയായിട്ട് രാധയുടെ മുന്നിലേക്ക് ഇനി മേലിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ എനിക്ക് ഭ്രാന്താന്ന് പറയുമായിരിക്കാം, പക്ഷെ കഴിഞ്ഞ കുറേയേറെ കൊല്ലങ്ങളായിട്ട് ഈ ഭ്രാന്തായിരുന്നു എന്റെ ജീവിതവും. ഈ ഭ്രാന്തിന്റെ കൂടെയാ ഞാൻ ഉറങ്ങിയതും ഉണർന്നതും ജീവിച്ചതും എല്ലാം. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് രാധ പറഞ്ഞു. എന്നിട്ട് രാധ വണ്ടി എടുത്ത് വേഗം അങ്ങ് പോവാണ് കേട്ടോ. ഇവളോട് എന്ത് പറയാനാന്ന് ഓർത്ത് വിക്രവും സങ്കടത്തിലാണ്. പിന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ്. അപ്പൊ വിശ്വം ഭയങ്കര ദോശയുടെ വാട്ടൊക്കെ പാടി ഇതേണ്ട അങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ ശ്രീജ. അപ്പൊ ശ്രീജയുടെ അടുത്തേക്ക് വന്നിട്ട്, ശ്രീജെ നീ എന്താ പകല് കിടന്നുറങ്ങുകയാണോ? ഒരു നല്ല ചായ ഇട്ടോണ്ട് പാടി എന്ന് പറഞ്ഞു. ശ്രീജ എണീക്കുന്നില്ല. ശ്രീജെ എന്ന് വിളിച്ചു. അപ്പൊ വീണ്ടും എണീക്കുന്നില്ല. എന്താ എന്ന് ചോദിച്ചു. നീ ചെന്നൊരു ചായ ഇട്ടോണ്ട് വാ എന്റെ ശ്രീജെ, എനിക്ക് വേണ്ടിയിട്ട്, നിന്നോടല്ലേ ഞാൻ പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ചുമയൊക്കെ ചുമച്ചു. എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. എനിക്ക് നല്ല സുഖമില്ല, എന്താ വല്ല വയ്യാഴിക ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ എനിക്ക് നല്ല പനിയാ, രാവിലെ ആണെങ്കിൽ നന്നായി ഛർദിക്കുകയും ചെയ്തു. അയ്യോ, എന്നാ പിന്നെ നീ എന്താ ചെയ്യുക? അമ്മയോട് കുറച്ച് കഞ്ഞി എടുക്കാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും വേണ്ട, അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടിക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, എനിക്കാണെങ്കിൽ ഈ 2 ബ്രെഡ് തിന്നാനാ തോന്നുന്നത്, ചെന്നിട്ട് 2 ബ്രെഡും പഴവും ഒക്കെ മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. ആണോ, എന്ന് ഞാൻ മേടിച്ചോണ്ട് വരാം. അല്ല പിന്നെന്താ ആലോചിച്ചിരിക്കുന്നത്? അതിനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ എവിടെയാ കാശ്? സാരമില്ല, അമ്മയോട് ചോദിക്കാം. അപ്പൊ അമ്മ ഇവിടെ ഇല്ല എന്റെ പൊന്നു വിശ്വേട്ടാ എന്ന് പറഞ്ഞു. അമ്മ എങ്കിൽ സാരമില്ല, അമ്മ അരിപ്പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം തപ്പിപ്പെറുക്കിക്കൊണ്ടാ അമ്മ ഇപ്പൊ കടയിലേക്ക് പോയിരിക്കുന്നത് സാധനം വാങ്ങാൻ. വിശ്വേട്ടന് ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതാണോ അതോ എനിക്ക് ഇത്തിരി വാങ്ങിച്ചു തരാം, വെള്ളമെങ്കിലും കുടിച്ച് ചാവട്ടെ, ഞാൻ കൊണ്ടുവാ എന്ന് പറഞ്ഞു. വാങ്ങാം, ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വിശ്വ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് കേട്ടോ. അപ്പൊ ശ്രീജയുടെ ചെറിയൊരു നമ്പരായിരുന്നു അത്. അപ്പൊ വിശ്വത്തിനെ നേരെയാക്കാൻ വേദയും ശ്രീജയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ വിശ്വം വേഗം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ നോക്കി നിന്നിട്ട് വേഗം ഒരാളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് നമ്മുടെ വേദ. അപ്പൊ വേദ വേഗം തന്നെ ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ടിട്ട് വേദയോട് ചോദിക്കാം എന്നോർത്ത് നിൽക്കുകയാണ് വിശ്വം. ഒരു 500 രൂപ ചോദിക്കാം.
ബാക്കി കൈ പിടിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വേദ, അത്തരം കഴിവ് കെട്ടവനാണെങ്കിൽ നിനക്ക് അങ്ങ് ഡിവോഴ്സ് ചെയ്തൂടെ രേഷ്മ എന്ന് ചോദിക്കണം. ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരെ മുക്കാലി കെട്ടി അടിക്കണം, അതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് കേട്ടോടാണ് വിശ്വ നിൽക്കുന്നത് അതിശയത്തോടെ. നീ ഒരു കാര്യം ചെയ്യും, അയാൾക്ക് വെച്ച് വിളമ്പുന്ന ആ ഏർപ്പാട് അതങ്ങ് നിർത്താം, കുറച്ച് ദിവസം അവിടെ പട്ടിണി കിടക്കട്ടെ, അതാ ചെയ്യേണ്ടത്. കേൾക്കുന്നുണ്ടോ അവോ ഈശ്വര എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. വിശ്വം കേൾക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് എങ്ങനെയുണ്ട് കുറെ പേര് നമ്മളാ അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതെ, നീ ഒരു കാര്യം ചെയ്യാം, എന്നാ ശരി, ഇനി റെസ്റ്റ് ചെയ്യാം. നീ പറഞ്ഞോ, തൽക്കാലം എന്റെ അക്കൗണ്ടിൽ ഒരു പൈസയില്ല, ഞാൻ 1-2 ആഴ്ച കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വം പോകാൻ തുടങ്ങിയപ്പം, അല്ല വിശ്വേട്ടാ, എന്താ വിശ്വേട്ടാ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല. പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നത്? ശ്രീജയ്ക്ക് നല്ല സുഖമില്ലത്രേ. ശരിയാ, ഭയങ്കര പനിയായിരുന്നു രാവിലെ. ഞാൻ കരുതി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ മരുന്നും ബ്രെഡും വാങ്ങാൻ പോവാണ്, എന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വേഗം പോയിട്ട് വാ. അതെ, പോവാണ് എന്ന് പറഞ്ഞു. എന്നാ പോയിക്കൂടെ? എന്തായാലും കഴിച്ചില്ലെങ്കിലേ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ. ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നിൽക്കല്ല ചെയ്യേണ്ടത്, വേഗം ചെല്ല, ഞാൻ ശ്രീജയുടെ അടുത്തുണ്ടാവും. അതടുത്താണ് തുണി നനച്ചിട്ട് കൊടുത്താൽ കുറച്ച് കുറവുണ്ടാവും, വേഗം പോയിട്ട് വരൂ എന്ന് പറഞ്ഞു വേദ അകത്തേക്ക് ചെല്ലുകയാണ്. നിവൃത്തിയില്ലാതെ നമ്മുടെ വിശ്വം പുറത്തേക്ക് പോവാണ് കേട്ടോ. വേദ അകത്തേക്ക് ചെന്നപ്പോ ശ്രീജ അവിടെ നിൽക്കാണ് കേട്ടോ. എന്തായി? പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ? ഉറപ്പായിട്ട് നടക്ക് ശ്രീജടത്തി എന്ന് പറഞ്ഞു. ഇത്രയും കാലം ആളുകൾ തന്നോട് ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറിയത് മാഷിന്റെ മുതല അവരുടെ ബഹുമാനം കാരണമാണെന്ന് വിശ്വേട്ടനൊന്ന് മനസ്സിലാക്കട്ടെ. എന്നാലേ സ്വയം ഒരു വില ഉണ്ടാക്കിയെടുക്കണമെന്ന് ആൾക്ക് തോന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ നാട്ടില് ഇനി ആരും വിശ്വേട്ടന് കടം കൊടുക്കില്ല എന്നല്ലേ ഏട്ടത്തിക്ക് ഉറപ്പല്ലേ? അച്ഛൻ ആ കടം വാങ്ങിയ ഇനി ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല, നമ്മളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടാവും. അതൊന്നും ഉണ്ടാവില്ല. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കുക. എന്താണെങ്കിലും സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന കടയിലും വിശ്വേട്ടന് കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും നമ്മളെ വിശ്വേട്ടനെ നേരെയാക്കി എടുത്തിരിക്കും. അത് നോക്കിക്കോ ശ്രീചേട്ടത്തി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ കോൺഫിഡൻസോടെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയും ജീന, ജോസഫ്, പിന്നെ അനിയൻകൂട്ടൻ, നമ്മുടെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ വേണം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. വേഗം തന്നെ ഇങ്ങനെ സംസാര വിഷയമാണ് കേട്ടോ. നമ്മുടെ രാധ തന്നെയാണ്. ശരിക്കും ജീന കണ്ടില്ലല്ലോ മാലതി ചേച്ചി കരഞ്ഞ് ബഹളം വെച്ചത്. അവളുടെ അമ്മ കാണാത്തതോ കരയാത്തതോ ഒന്നും അല്ലല്ലോ ജോസഫേ എന്ന് പറഞ്ഞ ജീന. വിക്രം, ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ കാര്യത്തിൽ തെറ്റ് വിക്രമേട്ടൻ്റെ കയ്യില. നീയും എന്നെ വിചാരണ ചെയ്യാൻ തുടങ്ങിയോ ജീന? മറ്റൊന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചു. അവളുടെ ഉള്ളിൽ എന്നെ പ്രേമം തോന്നിയത് തന്നെ ഒരു തെറ്റാ. ഞാൻ ഒരു ദിവസം പോലും പെരുമാറിയിട്ടുണ്ടോ? രാധയുടെ കാര്യത്തിലല്ല, വേദയുടെ കാര്യത്തിലാ എന്ന് പറഞ്ഞു. വേദ എന്തായാലും വിക്രമേട്ടന്റെ ഭാര്യയായി കഴിഞ്ഞവളാ ജീന. അത് ഒന്നും പറയണ്ട, ഈ ലോകം മുഴുവൻ അങ്ങനെയാ കാണുന്നത്. എന്തിന്? കമലാമ്മയും ശ്രീചേട്ടത്തിയും കൂടെ അങ്ങനെയാ വേദയെ കാണുന്നത്. വിശ്വനോട് ചോദിച്ചു നോക്ക്, അവർക്ക് വേദയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. അപ്പൊ തന്നെ മനസ്സിലാവും. അപ്പൊ വേഗം വിക്രം ഇങ്ങനെ നിന്നിട്ട്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ജീന, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ദേ, വേദയുമായുള്ള കല്യാണം കഴിഞ്ഞിട്ടും രാധയെ എന്തേ വിക്രമേട്ടന്റെ പുറകിൽ നിന്ന് മാറാത്തത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. മാലതി ചേച്ചി പറഞ്ഞതാ ശരി. വിക്രമേട്ടൻ വേദയെ അംഗീകരിച്ചിട്ടില്ല എന്ന് രാധയ്ക്കറിയാം. അപ്പോ അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ആ കല്യാണം നടന്നതായിട്ട് കണക്കാക്കുന്നതേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു. ഒരു തരത്തിൽ വിക്രമേട്ടൻ നശിപ്പിക്കുന്നത് 2 സ്ത്രീകളുടെ ജീവിതമാണ്. ഒന്ന് താലി കെട്ടി വേദയെ ഭാര്യയാക്കി അവളുടെ ജീവിതവും, രാധയുടെ മനസ്സിൽ ആശ ഉണർത്തും പോലെ പെരുമാറി അവളുടെ ജീവിതവും. നീ എന്തൊക്കെയാ ജീന ഈ പറയണത് എന്ന് ചോദിച്ചു. പെണ്ണിന്റെ മനസ്സും ആണിന്റെ ശരീരവുമായി കുറെ കാലം ജീവിച്ചവളല്ലേ വിക്രമേട്ട ഞാൻ എന്ന് ചോദിച്ചു. നിങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണിന്റെ മനസ്സ് ഒരിക്കലും തിരിച്ചറിയില്ല. പക്ഷെ അതെനിക്ക് നന്നായി അറിയാം. രാധ കടന്നു പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂയിലൂടെയാണ്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ വിക്രമേട്ടൻ അവളുടേതല്ലാന്ന് അവളുടെ മനസ്സിൽ ആദ്യം ബോധ്യപ്പെടണം. അതിന് വേദയും വിക്രമേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നത് അവള് കാണണം. അതാ ചെയ്യേണ്ടത് എന്ന് ജീനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ വിക്രം ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്നു. അതോടെയാണ് ഈ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്.
എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.